ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ എന്തൊക്കെ മീനുകളുണ്ടായിരുന്നു നമുക്ക് നോക്കിയാലോ. ഇന്നവിടെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ. നെത്തോലി ഉണ്ടായിരുന്നു, കിളിമീൻ ഉണ്ടായിരുന്നു, പിന്നെ പാരമീൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാരയെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അയല ഉണ്ടായിരുന്നു, നമ്മുടെ ഷേരിമീൻ ഉണ്ടായിരുന്നു, പിന്നെ കണമ്പുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കണവയുണ്ടായിരുന്നു, കുഞ്ഞ് ചാളയുണ്ടായിരുന്നു, കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഉലുവാച്ചിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അതിന് ഉലുവാച്ചി എന്നാണ് പറയുന്നത്. അച്ചാച്ചൻ്റെ നാട്ടിലൊക്കെ അതിന് കീരിമീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് മീനുകളായിരുന്നു കേട്ടോ. ഇവിടെ കിട്ടുന്ന മീനുകളെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിട്ടാറ്. അതിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ചിലർക്കെങ്കിലും അത് മനസ്സിലാവുമല്ലോ അത് എത്രത്തോളം ഫ്രഷ് ആണെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ശേരിമീനും പാരയുമാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. കൈയോടെ തന്നെ ഇതിനെല്ലാം വെട്ടി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ശേരിമീൻ ഞാൻ ഒമാനിൽ വന്നതിന് ശേഷമാണ് കേട്ടോ കാണുന്നതായാലും കഴിക്കുന്നതായാലും. നാട്ടിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കിളിമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ശേരിമീനെ കുറിച്ച് പറയാനാണെങ്കിൽ സംഭവം പൊളിയാണ് കേട്ടോ. കറി വെച്ച് കഴിക്കാനായിട്ടാണെങ്കിലും വറുത്ത് കഴിക്കാനായിട്ടാണെങ്കിലും ഒരേപോലെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇത് എപ്പോൾ കിട്ടിയാലും ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ മീനൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മൾ വെട്ടാൻ പോകുന്നത് പാരമീനാണ് കേട്ടോ. പാരമീനെ കുറിച്ച് പറയാനാണെങ്കിൽ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വറുത്ത് കഴിക്കാനായിട്ട്. ഞാനിത് നന്നായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണമെന്ന്. അതൊക്കെ ഞാൻ ഇവിടെ നന്നാക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെ ഇനി നമ്മൾ ഇന്നൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.